നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനത്തിന് കേരളത്തിലെത്തിയ അമിത്ഷാ ബി.ജെ.പി നേതാക്കളോട് പറഞ്ഞത് ഒരേ ഒരു കാര്യമാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10ഓളം MLA-മാർ ബി.ജെ.പിയുടേതായി കേരള നിയമസഭയിൽ ഉണ്ടാകണം എന്ന് വച്ചാൽ വരുന്ന കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിൽ ആര് മന്ത്രിസഭ രൂപീകരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ബി.ജെ.പി ആയിരിക്കും. അത്തരത്തിലുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണ് ഇനി നിങ്ങൾ ഇവിടെ രൂപപ്പെടുത്തിയെടുക്കേണ്ടത്. ഇക്കാര്യത്തിൽ പൂർണ്ണ പിന്തുണ രാജീവ് ചന്ദ്രശേഖറിന് ബി.ജെ.പിയുടെ കേന്ദ്ര നേതൃത്വം നൽകിയിരിക്കുകയാണ്. 10 സീറ്റുകൾ നേടിയേ മതിയാകൂ എന്ന് തന്നെയാണ് അമിത്ഷാ സംസ്ഥാന നേതൃത്വത്തോട്, എന്ന് വെച്ചാൽ പുതിയ സംസ്ഥാന നേതൃത്വത്തോട്, രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റും ശോഭാ സുരേന്ദ്രൻ MT രമേശും ഒക്കെ ജനറൽ സെക്രട്ടറിയായ പുതിയ കമ്മിറ്റിയോട് അമിത്ഷാ പറഞ്ഞിരിക്കുന്നത്, മോദിയുടെ പ്രതിനിധിയായ, മോദിയുടെ നിഴലായ അമിത്ഷാ പറഞ്ഞിരിക്കുന്നത് 10 സീറ്റ് നിയമസഭയിൽ ഉണ്ടാകണമെന്ന് തന്നെയാണ്. ആ 10 സീറ്റിൻ്റെ കൃത്യമായ വിവരങ്ങളും അമിത്ഷാ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ബി.ജെ.പിക്ക് അതിശക്തമായ വേരോട്ടമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലയിൽ നിന്നും സീറ്റുകൾ പിടിക്കാൻ കഴിയുമെന്നുള്ള വിശ്വാസം ബി.ജെ.പി സംസ്ഥാന നേതൃത്വത്തിനുണ്ട്. ക്രൈസ്തവ ഭൂരിപക്ഷ മേഖലകളിൽ നല്ല സ്ഥാനാർത്ഥിയെ നിർത്തിയാൽ, ഇപ്പോഴേ പണി തുടങ്ങി നല്ല സ്ഥാനാർത്ഥികൾ നിർത്തിയാൽ അവിടെ നിന്ന് 1-2 സീറ്റുകൾ, പ്രത്യേകിച്ച് പൂഞ്ഞാറിൽ ഷോൺ ജോർജിനെ പോലൊരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാൻ ബി.ജെ.പിക്ക് എന്താണ് ബുദ്ധിമുട്ട് എന്നുള്ള ചോദ്യങ്ങളാണ് അമിത്ഷാ സംസ്ഥാന നേതൃത്വത്തോട് ചോദിച്ചത്. അങ്ങനെ 10 സീറ്റ് ലക്ഷ്യമിട്ട് പ്രവർത്തിച്ചാൽ അടുത്ത തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിൽ ആരും മന്ത്രിസഭ രൂപീകരിക്കണമെന്ന് തീരുമാനിക്കാൻ ബി.ജെ.പിക്ക് കഴിയുമെന്ന് തന്നെയാണ് അമിത്ഷാ പറഞ്ഞത്. മാത്രമല്ല, CPM പോലെ നിരവധി ഹിന്ദുക്കളുള്ള ഒരു പാർട്ടിയെ എന്തുകൊണ്ട് സി പി എമ്മിനെ ലക്ഷ്യമിടുന്നില്ല ബി.ജെ.പി എന്ന ചോദ്യവും അമിത്ഷാ ഉയർത്തിയിരുന്നു. കാരണം ഹിന്ദുക്കൾ, ഹൈന്ദവ ജനസമൂഹം കൂടുതലുള്ള പാർട്ടി CPM ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ CPM-ന്റെ വോട്ട് ബാങ്കുകളുടെ അടിത്തറയെ തകർക്കുകയാണ് വേണ്ടതെന്ന് നേരത്തെ തന്നെ പലതവണ കേന്ദ്ര ബി.ജെ.പി നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിനോട് പറഞ്ഞിരുന്നു. പക്ഷേ സുരേന്ദ്രൻ പ്രസിഡന്റായ സമയത്ത് അതിന് കഴിഞ്ഞില്ല എന്നുള്ള വിലയിരുത്തലിലാണ് സുരേന്ദ്രനെ മാറ്റി രാജീവ് ചന്ദ്രശേഖറെ സംസ്ഥാന പ്രസിഡന്റാക്കിയത്. ഏതായാലും ഇനി ആലപ്പുഴ ജില്ലയിലും കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട തുടങ്ങിയ ജില്ലകളിലും വലിയ അസംതൃപ്തിയാണ് CPM-ന്റെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ ഉള്ളത് എന്ന് ബി.ജെ.പി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈഴവ സമുദായത്തിന് വലിയ ഒരു അസന്തുഷ്ടിയുണ്ട് CPM-നോട്. അതുകൊണ്ട് പരമാവധി ഈഴവ വോട്ടുകൾ ഈ ജില്ലകളിൽ ബി.ജെ.പി പിടിക്കുകയാണെങ്കിൽ ഈ ജില്ലകളിൽ നിന്നും മാത്രം 9-10 സീറ്റുകൾ നേടാൻ കഴിയും. ആ സീറ്റുകളുടെ ലിസ്റ്റ്, തിരുവനന്തപുരം ജില്ലയിലെ 4 സീറ്റുകളടക്കമുള്ള ലിസ്റ്റ് അമിത്ഷാ സംസ്ഥാന നേതൃത്വത്തിന് നൽകി, അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വവുമായി സംസാരിച്ചു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമിത്ഷാ ഏതായാലും ഇന്ന് വെറുതെ വന്ന് ഉദ്ഘാടനം ചെയ്ത് ചായയും പായസവും കുടിച്ച് പോകാൻ വന്നതല്ല, മറിച്ച് കൃത്യമായ 10 സീറ്റ് മുന്നിൽ വച്ചുള്ള പ്രവർത്തനം ഇപ്പോഴേ തുടങ്ങിക്കൊള്ളുക. അതിനൊപ്പം തന്നെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനവും തുടങ്ങുക. കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ലക്ഷ്യമിട്ട്, കാരണം മുനിസിപ്പാലിറ്റികൾ ഏതാണ്ട് 8ഓളം മുനിസിപ്പാലിറ്റികൾ ബി.ജെ.പിക്ക് പിടിക്കാൻ കഴിയുമെന്നാണ് അവർ പറയുന്നത്. അതുപോലെ തന്നെ തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കാൻ കഴിയുമെന്ന് മാത്രമല്ല, തൃശ്ശൂർ, കോഴിക്കോടുള്ള കോർപ്പറേഷനുകളിൽ ബി.ജെ.പിക്ക് പ്രതിപക്ഷമാകാൻ കഴിയുമെന്ന് വരെ പാർട്ടിയുടെ വിലയിരുത്തലുണ്ട്. അതും ഇന്ന് അമിത്ഷാ സംസ്ഥാന നേതൃത്വവുമായി സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചു. 2 കോർപ്പറേഷനുകളിൽ പ്രതിപക്ഷമാകാനുള്ള കരുത്ത് പോലും ഉള്ള പാർട്ടി ഇനി എന്തിനാണ് മടിച്ചു നിൽക്കുന്നതെന്നാണ് അമിത്ഷാ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ 10 സീറ്റ് തിരുവനന്തപുരം കോർപ്പറേഷൻ, 2 കോർപ്പറേഷനുകളിൽ പ്രതിപക്ഷം, 8 മുനിസിപ്പാലിറ്റികൾ, ഈ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് മുന്നോട്ട് പോയി ഈ ബി.ജെ.പിയുടെ ഭാവി ശോഭനമാക്കുക എന്നുള്ള നിർദ്ദേശമാണ് രാജീവ് ചന്ദ്രശേഖരനും കൂട്ടർക്കും അമിത്ഷാ നൽകിയിരിക്കുന്നത്.